നമ്മുടെ നാട് കേരളം അത് അതിശയിപ്പിച്ചാണ് പലതും അതിജീവിക്കുന്നത്. ഒരുതരം റാന്തൽ വിളക്ക് പോലെ ചില പ്രസ്താവനകൾ, ചില വിവാദങ്ങൾ, ചില വിദ്വേഷ വാക്കുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മാനസികമായി നമ്മളങ്ങ് തളർന്നു പോവും. നമ്മുടെ കേരളവും തീർന്നോ, ഈ പ്രതിരോധവും അവസാനിച്ചോ എന്നൊക്കെ. പക്ഷേ പിന്നീട് കാണുന്നത് മറ്റൊരു തിരിച്ചുവരവാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അമരക്കാരൻ വളരെ മുൻവിധിയോടെ, ഉദ്ദേശലക്ഷ്യത്തോടെ മുൾമുനയിൽ നിർത്തി ഇസ്ലാമോഫോബിയ മലപ്പുറത്തിനെയും ലീഗിനെയും ചാരി പ്രചരിപ്പിച്ച ആ സന്ദർഭം, അത് സരസ്വതീ കടാക്ഷമാണെന്നും നിഷ്കളങ്കനാണെന്ന് വെള്ളാപ്പള്ളിയും എന്ന് സാക്ഷ്യപ്പെടുത്തിയ ഭരണകക്ഷി പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ വീണുപോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ കണ്ടത് അതേ വെള്ളാപ്പള്ളിയെ ആ സ്ഥാനത്തുനിന്ന് തെറിപ്പിക്കുന്ന കോടതി വിധിയാണ്. അത് തെറിപ്പിച്ച കോടതി വിധി നീതിയുടെ വിധിയാണെന്ന് പറയുന്ന ശിവഗിരി മഠാധിപതിയെയാണ്. ഈ രാഷ്ട്രീയ അധികാരഭ്രമവും ബാക്കിയുള്ള സംവിധാനങ്ങളുമെല്ലാം കൈപ്പിടിയിലൊതുക്കി അച്ഛനും മകനും ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും സംഘടനയുടെ തലപ്പെടുത്ത് അഭിരമിക്കുകയും അലങ്കരിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇടം, കുടുംബം, പാദസ്പർശമേറ്റ സ്ഥലമെന്ന പ്രത്യേകതയുള്ള ശിവഗിരി മഠത്തിൽ നിന്ന് ആ സ്ഥാനത്തുനിന്ന് വെള്ളാപ്പള്ളിയെ തെറിപ്പിച്ചത് ധർമ്മത്തിൻ്റെയും നീതിയുടെയും നടപടിയാണെന്ന് പറയുന്ന ഒരു മഠാധിപതിയുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ കേരളം അതിജീവിക്കുന്നതിൻ്റെ ഒരു ഭംഗി തോന്നിപ്പോവും. ആ അതിജീവനത്തിൻ്റെ ശൈലിയിൽ വേറിട്ട ഒരു കാര്യം കൂടിയുണ്ടായി. ഒരു സേവന ദൗത്യത്തിനായി ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനായി കരുനാഗപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ അനുജ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട രാജേഷ് സാന്ദർഭികമായി പറഞ്ഞതാണ്, ഞങ്ങൾക്കെല്ലാവർക്കും നോമ്പാണ്. അപ്പം ഞാനെന്ന് എടുത്തു ചോദിച്ചു, എല്ലാവർക്കുമോ? അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഓഫീസിലെല്ലാവരും, ഞങ്ങളിന്നെല്ലാവരും ഒരുമിച്ച് നോമ്പെടുക്കുകയാണ്, എന്നിട്ട് നോമ്പ് മുറിക്കുകയാണ്. എന്തേ അതിനൊരു പ്രചോദനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്ക് എന്നും നോമ്പുണ്ട്, അതിനോടൊന്ന് ഐക്യദാർഢ്യപ്പെടണമെന്ന് ഞങ്ങളെല്ലാവരും കൂട്ടായി തീരുമാനിച്ചു, അതുകൊണ്ട് നോമ്പെടുത്ത് ഇഫ്താർ ഒരുക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. നോമ്പ് എടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എല്ലാ വർഷവും 1-2-3 നോമ്പ് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പറഞ്ഞപ്പോൾ എല്ലാവരും തയ്യാറായി. നോമ്പ് ഉറക്കുന്ന ഒരുമിച്ച് വൈകുന്നേരത്തെ ഞങ്ങൾ കൂട്ടൊക്കെ പുറത്ത് പോകാൻ 6 കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാമെന്ന രീതിയിൽ ഇരിക്കുകയും അല്ല, ഓഫീസിൽ ഞങ്ങൾ എല്ലാവരോടും ഒരു ദിവസം നോമ്പെടുത്താൽ ആസ്വദിക്കാമെന്ന രീതിയിൽ. കാരണം ഓഫീസിൽ 2 പേരുണ്ടെങ്കിൽ നോമ്പുള്ളവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരോടൊന്ന് ജോയിൻ ചെയ്തിട്ട് എല്ലാവരും നോമ്പുള്ള പാർട്ടിയായിട്ട് സന്തോഷം. അതിനുശേഷമാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അരുൺ രാജ് ഒരു നിസ്വാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സംവരണമായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പക്ഷേ അരുൺ വിജയിച്ചത് ജനറൽ വാർഡിൽ നിന്ന് നിർണായകമായ ഭൂരിപക്ഷത്തിനാണ്. എല്ലാം ജാതിയും മതവും ഉപജാതിയും അല്ലാത്തതുമാണെന്ന് നമ്മൾ വിദ്വേഷിക്കുന്ന കാലത്ത് അതും ഒരു അതിജീവനത്തിൻ്റെ, അതിശയിപ്പിക്കുന്ന ചേർന്ന് നിൽക്കലിൻ്റെ മനോഹരമായ വിജയമായിരുന്നു. ഞാൻ വെറുതെ ഒരു ഇഫ്താർ ചടങ്ങിന് അരുണിനെ ക്ഷണിച്ചതാണ്. അപ്പോഴാണ് അരുൺ പറയുന്നത്, അയ്യോ ഒക്കെ എനിക്ക് നോമ്പാണ്. നോമ്പ് ഇപ്പോഴും തുടങ്ങിയതല്ല, 8-9 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ പൂർണ്ണമായും 30 ദിവസവും
നോമ്പനുഷ്ഠിക്കും അത്രേ. ഞാൻ ഈ തുടർച്ചയായിട്ട്, അതായത് 30 ദിവസം തുടർച്ചയായിട്ട് പിടിക്കുന്നത് ഒരു 8 വർഷമായുള്ളൂ. അതിന് മുമ്പെന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ, അതായത് 17 രാവ്, 22 രാവ് അങ്ങനെ പിടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് അങ്ങനെ എടുക്കുന്ന ഒരു രീതിയായിരുന്നു. അതിന് ശേഷമാണ് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ, നമ്മൾ ഈ ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുന്ന ഒരാളാണ്. അപ്പം പിന്നെ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് വന്ന ഒരു ഹോട്ടൽ നടത്തുന്ന, ഭരണിക്കാവിൽ ഹോട്ടൽ നടത്തുന്ന ഒരു ജബ്ബാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയും അതിന് ശേഷമാണ് ഞാനത് 30 ദിവസമായിട്ട് പൂർണ്ണമായിട്ട് ഫുള്ള് എടുത്തു തുടങ്ങിയത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു 7 വർഷം കൊണ്ട് കറക്റ്റ് 30 ദിവസം എടുക്കുന്നുണ്ട്. രാവിലെ അമ്മ ഭക്ഷണം എനിക്ക് റെഡിയാക്കി തരും. വൈകുന്നേരം വെച്ചാൽ നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. അവരാണ് എനിക്ക് കഞ്ഞിയും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കുകയും വീട്ടിൽ കൊണ്ട് തരികയും അമ്മയ്ക്ക് എനിക്ക് കൊണ്ട് തരികയും. നേരത്തെ വൈഫ് വീട്ടിലില്ല, വൈഫ് ഉള്ളപ്പോൾ ഞങ്ങൾ 2 കൂടായിരുന്നു എടുക്കുന്നത്. അപ്പോൾ അവർ കൊണ്ടുതരും എല്ലാ സാധനങ്ങളും. ഒന്നില്ലെങ്കിൽ വീട്ടിലില്ലെങ്കിൽ രാവിലെ പോലും ചിലപ്പോൾ ഇല്ലെങ്കിൽ രാവിലെ തന്നെ അവരെന്നെ ഈ ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ട് എന്നെ വിളിക്കും, ഞാൻ പോയി കഴിക്കും. ചില ദിവസങ്ങളിൽ ഒരു വെള്ളവും ഈത്തപ്പഴവും മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം വയറ് നിറഞ്ഞ പോലൊക്കെ തോന്നിക്കും. വൈകുന്നേരമാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എന്തെങ്കിലും ഈ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഏകദേശം 8 മണിയാകുമ്പോൾ ചിലപ്പോൾ 1 or 2, അല്ലാതെ ഈ കൂടുതൽ കഴിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഇച്ചിരി ഒന്ന് കൂടിപ്പോയാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. ചെറിയൊരു കുഴപ്പമുണ്ട്, പക്ഷേ എങ്കിലും ഞാനിതങ്ങ് എടുക്കുകയാണ്. ഷുഗറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോണ്ട് ഈ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നീട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അമ്മയാണ് ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കി എനിക്ക് വെച്ച് തരുന്നത്. ഈ 4 ആകുമ്പോൾ അമ്മയും എണീക്കും. അമ്മ എണീച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് റെഡിയാക്കി, കുഴപ്പമില്ല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ മിക്കവർക്കും എല്ലാവർക്കും അറിയാം ഞാൻ നോമ്പെടുക്കുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് ആ സമയമാകുമ്പം അതിനുള്ള സജ്ജീകരണങ്ങളായാലും ഒരുക്കും. അതുകൊണ്ട് അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുണ്ട്. കഴിഞ്ഞ ഈ നോമ്പ് ആയിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് ദിനാഘോഷ പരിപാടി. അതിൻ്റെ ലാസ്റ്റ് ദിവസമാണ് ഈ നോമ്പ് 1 തുടങ്ങുന്നത്, ആദ്യത്തെ ദിവസം തുടങ്ങുന്നത്. അന്നും കൂടെ ഉള്ളവർ ചോദിച്ചു യാത്ര എല്ലാം എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അന്നേരം അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടും തോന്നിച്ചില്ല. ഞാൻ വന്നു മലപ്പുറമായ സത്യത്തിൽ ആ ഒരു മലപ്പുറമായപ്പോഴാണ് ആ കറക്റ്റ് സമയമായി അന്നേരം നിർത്തി. പെട്ടെന്നൊരു കടയിൽ ചെന്നു. അവർ ഞാൻ കാര്യം പറഞ്ഞപ്പം എല്ലാ ഫുഡും എനിക്ക് തന്നു. നല്ല സന്തോഷമായിട്ട് അവർ അയക്കുകയും ചെയ്തു. ഇപ്പോൾ 2 ദിവസം ഞങ്ങൾ സെക്രട്ടറിയൊക്കെ ആയിട്ട് ഈ കൊല്ലത്ത് വരികയൊക്കെ ചെയ്തു. വന്നപ്പോഴും അവർ ഭക്ഷണം കഴിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാലും പ്രസിഡന്റ് കഴിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് പിന്നീട് ആകുമ്പോഴുണ്ട് അവരും അങ്ങ് പോകത്തേ ഉള്ളൂ. ഈ പ്രസിഡന്റ് എടുക്കുന്ന ഈ ശീലത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സവിശേഷമായ സംഗതിയെ ഈ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ അരുണിന് ഒരു ഇഫ്താർ കൊടുക്കണം. സാധാരണ നമ്മൾ ഇഫ്താറിൻ്റെ ചടങ്ങിൽ സംബന്ധിക്കാൻ എല്ലാവരെയൊക്കെ വിളിക്കാറുണ്ട്, മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവരെ വിളിക്കാറുണ്ട്, അവർ പങ്കെടുക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പ്രതീകാത്മകമാണല്ലോ. ഇതൊരാൾ ആത്മാർത്ഥമായി അങ്ങനെ നോമ്പെടുക്കുന്നു. ശാരീരിക കാരണങ്ങളാകാം, മാനസിക താല്പര്യങ്ങളാവാം, ഒരു സാഹസികമായ ഒരു ഐക്യദാർഢ്യപ്പെടലാകാം. ഇതൊക്കെ ആണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗിയും ഒരു സന്തോഷവുമുണ്ട്. കേരളം നൽകുന്ന മഹത്തായ സന്ദേശം. ചവറയിലെ പന്മന ശിവാനന്തപുരം ക്ഷേത്രത്തിലും സമൂഹ നോമ്പുതുറയുണ്ടായിരുന്നു. അവിടുത്തെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിൻ്റെ 1ാം ദിവസമാണ് സമൂഹ നോമ്പുതുറ. ഹൈന്ദവ സഹോദരന്മാർ മുസ്ലിം സഹോദരന്മാർക്കായി ഒരുമിച്ച് ചേർന്നിരുന്ന് നോമ്പ് തുറക്കാനുള്ള സാഹചര്യം, ആ സന്തോഷം ക്ഷേത്രാങ്കണത്തിലൊരുക്കിയത്. നമ്മുടെ ഗംഗാനദീതീരത്ത് ഇഫ്താർ നടത്തിയതിന് അറസ്റ്റ് ചെയ്യുന്നവരുടെ ഇന്ത്യയിൽ ഇങ്ങനെയൊരു കേരളം സ്നേഹത്തിൻ്റെ ചെറുതുരുത്തായി നിലനിൽക്കട്ടെ. അതിപ്പോൾ തീരെ ചെറിയ കാര്യമൊന്നുമല്ല. ഇന്നലകളിൽ അതൊക്കെ സ്വാഭാവികമായിരുന്നെങ്കിലും ഇന്നതൊക്കെ കെടുത്താൻ, അണയ്ക്കാൻ, ഇല്ലാതാക്കാൻ
ഒരുപാട് പേര് പരിശ്രമിക്കുന്ന കാലത്ത് ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് മീനിങ്. ഒത്തിരി അർത്ഥതലങ്ങളുണ്ട് അതിന്, ഒത്തിരി.